കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഫസ്മിനെ കൊണ്ട് ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. ഒരു ഓട്ടോക്കാരൻ്റെ കൂടെ ട്രാവൽ ചെയ്ത സമയത്തുണ്ടെങ്കിൽ ഇത് കണക്ക് അയാൾ കുടിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഇത് കണക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ട്രെൻഡായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആൾക്കാരുണ്ടെങ്കിൽ ഓട്ടോയിലോ അല്ലെങ്കിൽ ബസ്സിലോ പോകുമ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് അതെടുത്ത് അങ്ങ് വീഡിയോ ആയിട്ട് ഇടുന്നതാണ് ഇപ്പോൾ ട്രെൻഡായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നത്. അത് ശരിയാണെന്നോ അല്ലയോ എന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല. കാരണം അവരോരോരോ ആംഗിളിൽ വെച്ചിട്ടായിരിക്കും എടുക്കുന്നത്. അത് നമുക്ക് കറക്റ്റായിട്ട് പറയാനും പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ടായിരുന്നത്. ഇതിന് ശേഷം കൊണ്ട് ഇതിൽ ഓട്ടോക്കാരനുണ്ട് ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അയാൾക്കൊണ്ട് ഇതിനെപ്പറ്റി കറക്റ്റായിട്ടൊന്നും അറിയത്തില്ല. അയാൾക്ക് പരിചയമുള്ള ഒരാളുമായിട്ട് ചേർന്നിട്ടാണ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത് കണക്ക് താൻ മദ്യപിക്കുകയൊന്നുമില്ല, ഈ പെണ്ണുണ്ടെങ്കിൽ മനഃപൂർവ്വം ഇത് കണക്കുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി പറയുമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഒരു വീഡിയോ പറയുന്നത്. അതോടെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ മദ്യപിച്ചെന്ന് തെളിയിച്ച് കഴിഞ്ഞ് തീർച്ചയായിട്ടും അവർക്കുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ കൊടുക്കും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കൊണ്ട് ഇത് കണക്ക് ഫസ്മിന് വന്നിട്ടുണ്ട്. ഈ ആൾക്കാർ ഇത് കണക്ക് പറയുന്നുണ്ട്, ഞാൻ മനഃപൂർവ്വം ചെയ്തതാണ്, അയാൾ പാവം എന്നുള്ള രീതിയിൽ. ഒരാൾ വന്നിട്ട് താൻ കുടിച്ചില്ലെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അയാൾ കുടിച്ചില്ലെന്നൊന്നും അല്ലല്ലോ എന്നുള്ള രീതിയിലായിരുന്നു ഫസ്മിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ ഇതേ കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പിന്നെയും ഫസ്മിൻ്റെ ഒരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് നാളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഉണ്ടെങ്കിൽ സൈബർ ബുള്ളിങ് ആണ് എല്ലാവരും ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. ചുമ്മാതെ ഞാൻ ഉള്ള കാര്യങ്ങൾ പറയുന്നതിനാണ് ഇത്രയുണ്ടെങ്കിൽ എനിക്കെതിരെയുള്ള ഹേറ്റ് വന്നുകൊണ്ടിരിക്കുന്നതെന്നായിരുന്നു ഫസ്മിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.